ഭയങ്കര കോൺഫിഡന്റ് പേഴ്സൺ ആണ്. പൊക്കി പറഞ്ഞ ഞാൻ സ്വന്തമായിട്ട് ജോലി പൈസ കിട്ടിയിട്ട് വേണം എനിക്ക് നർമ്മതിക്കാൻ എന്നാണ് റിയാലിറ്റി ഞാനത് ആണോ? ഓ ഇവള് റിച്ചാണ് കേസ്. ഞാൻ ഏറ്റവും അധികം കള്ളം പറയുന്നത് എന്തായിരിക്കും? ഫോണിന് റേഞ്ച് ഇല്ല, ഉറങ്ങിപ്പോയി, സൈലന്റ് ആയിരുന്നു, തിരക്കായിരുന്നു എന്നൊക്കെ പറയണ. ശരിക്കും നിങ്ങൾ വിചാരിച്ചു പക്കാ കളത്തരാൻ അത്രയും ജീവിതത്തിൽ എങ്ങനത്തെ ഒരു വള്ളി പിടിക്കുന്ന കരുത്തില്ല. അല്ലെങ്കിൽ എന്നോട് എല്ലാരും പറയാറുണ്ട് ഞാൻ വള്ളികൾ എന്നു വാങ്ങുന്നു, അതിലൊരു വള്ളിയാണ് ഈ വള്ളി. ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഇസ് മീ റിയ ഹിയർ. ആൻഡ് ഞാൻ ഇന്ന് ആക്ച്വലി ഒരു വളരെ ഫൺ ഫീൽഡ് അല്ലെങ്കിൽ ഒരു എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു പോഡ്കാസ്റ്റ്, ആക്ച്വലി പോഡ്കാസ്റ്റ് എന്നൊന്നും പറയത്തില്ല, ഇറ്റ്സ് എ വെരി കാഷ്വൽ ആൻഡ് ഫ്രണ്ട്ലി കോൺവെർസേഷൻ വിത്ത് 2 ഫ്രണ്ട്സ്. സോ ഞാൻ ഈ ഷോയിനെ ക്ലോസ് ഫ്രണ്ട്സ് ഓൺലി ഷോ എന്നാണ് വിളിക്കുന്നത്. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇടുമ്പോൾ നമ്മൾ ക്ലോസ് ഫ്രണ്ട്സ് ഓപ്ഷൻസ് ഇടില്ലേ എന്ന് പറഞ്ഞ പോലെ ഈ ഒരു ഷോ ക്ലോസ് ഫ്രണ്ട്സിനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതും നിങ്ങൾക്ക് എൻഗേജിങ് ആയിട്ടുള്ള ഒരു ഷോ ആയിരിക്കും. സോ ഇന്ന് എനിക്ക് വളരെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എന്റെ ഈ ഷോയിലേക്ക് വന്നിരിക്കുന്നത്. ആൻഡ് ദാറ്റ് ഈസ് നൺ അതർ ദാൻ മൈ ബെസ്റ്റ് ഫ്രണ്ട് ഫ്രം മൈ സ്കൂൾ ഡേയ്സ്. ലെറ്റ്സ് വെൽക്കം ഹന. വെൽക്കം ടു ദി ഷോ. താങ്ക് യു. ആദ്യമേ തന്നെ എന്ത് തോന്നുന്നു? കുറച്ച് ടെൻഷനുണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ നിന്റെ ചോദ്യങ്ങൾ കുറച്ച് പേടിയുണ്ട്. ഇല്ല, ചോദ്യമില്ല, ഇത് ആക്ച്വലി കോൺവെർസേഷൻസ് മാത്രം. ഇല്ല കുഴപ്പമില്ല. ഇടയ്ക്കൊക്കെ ഇങ്ങനെ കട്ടുന്നൊക്കെ എന്നോടൊന്ന് ഇങ്ങനെ എക്സ്പ്രഷൻ ഇടുമ്പോ അവിടെ കട്ട് ചെയ്യണം, ഇങ്ങനെ ഇരിക്കുമ്പോ അവിടെ നിർത്തണം. അങ്ങനെ ഞങ്ങൾ കുറച്ച് കീവേഡ്സ് ഒക്കെ ആയിട്ട് ഫില്ല് ചെയ്ത് തന്നേക്കണം. ഇനി ഞാൻ കാര്യം ചോദിക്കോ, ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. ആൻഡ് അതിൽ ഞാനെങ്കിൽ എടി നമുക്ക് ഇങ്ങനെ ഒരു പരിപാടി ചെയ്യാം, ലൈക്ക് ഞാൻ പോഡ്കാസ്റ്റ് ആകുന്ന സംഭവം എന്നാന്ന് പോലും വൃത്തിയായിട്ട് വന്നിട്ടില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞപ്പോ നീ എന്ത് വിശ്വസിച്ചാണ് ചെയ്യാമെന്ന് പറഞ്ഞത്? ഞാനിപ്പോൾ എനിക്ക് ശരിക്കും എന്ത് അറിഞ്ഞിട്ടാണോ? എന്താണ് വാട്ട് ഡു യു തിങ്ക്? പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ലൈക്ക് നീ ആന്ന് എനിക്കറിയാം. സോ ലൈക്ക് ഇതെന്താ നീ പറഞ്ഞല്ലോ, ചുമ്മാ ഒരു കാഷ്വൽ ടോക്ക് എന്ന് പറഞ്ഞു. സോ നമ്മള് നോർമലായിട്ട് എന്തൊക്കെ സംസാരിക്കുന്നു അതൊരാൾ ക്യാമറ കൂടെ റെക്കോർഡ് ചെയ്യുന്നു, ആ ഒരു ഫീൽഡ് തന്നെ ഉള്ളു. അല്ലാതെ എനിക്കത് പ്രത്യേകിച്ച് എല്ലാം പുതുമ വരുന്ന കാര്യമൊന്നായിട്ട് എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല. അങ്ങനെ ഭയങ്കര നീ തുടങ്ങിയല്ലോ. സോ ലൈക്ക് ഒരു കണ്ടന്റ് നിനക്ക് വേണം ആൻഡ് ഐ ഷുഡ് ബി ദർ. ആ ഒരു ഫീൽഡ്, അപ്പൊ ആ ഒരു ഫീൽഡിലാണ് ഞാൻ ഓക്കെ നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞത്. അത്രേ ഉള്ളൂ, ദാറ്റ്സ് ഇറ്റ്. അല്ലാതെ ഞാൻ പ്രത്യേകിച്ച് കൂടുതൽ ചിന്തിച്ചില്ല. കൂടുതൽ ചിന്തിച്ചാൽ ഞാൻ കുറച്ചുകൂടി നെർവസ് ആവും. അല്ല, ശരിക്കും ഇത് എല്ലാ ബെസ്റ്റ് ഫ്രണ്ട്സിനും ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. കാരണം കാരണം എന്നാന്ന് പോലും അറിയില്ലാതെ പാവം കുട്ടിയെ വന്നു ഇവിടെ വന്ന് ഞാനിങ്ങനെ ഈ സെറ്റപ്പ് ഒക്കെ കാണുമ്പോ അവളിങ്ങനെ ഈശ്വരാ ഞാൻ എന്തിനാണ് വന്ന്, ഞാൻ എന്തോ ദേഷ്യം വന്ന് ഒരുത്തി അമ്മേനെ വിളിച്ചിട്ട് അമ്മയെ പെട്ടെന്ന് വിളിക്കുമോ എനിക്ക് അതെ മറ്റേ ഹരീഷ് കണാലും പറഞ്ഞ കൗതം കുറച്ച് കൂടിപ്പോയി അതിന്റെ പുറത്ത്. എടി ഞാനേ ഇങ്ങനെ ഈ പോഡ്കാസ്റ്റ് സ്ക്രിപ്റ്റ് ചെയ്തോണ്ടിരുന്നപ്പോ എന്റെ ഫസ്റ്റ് മൈൻഡ് വന്നൊരു ക്വസ്റ്റ്യൻ, നമ്മുടെ ഈ ഫ്രണ്ട്ഷിപ്പ് തുടങ്ങിയിട്ട് എത്ര നാളായിന്ന് നീ ഒന്ന് ഊഹിച്ചിട്ടുണ്ടോ? 11th I guess. ശിവകുമാർ സാർ സാറ് പറഞ്ഞത് നമ്മള് കണ്ട ട്വിൻസിനെ പോലെ ഐ ഗസ് അങ്ങനെ നമ്മൾ മാത്സ് ക്ലാസ് വഴിയാണ് കൂടുതൽ വേണ്ടി തുടങ്ങുന്നത്. സോ ഐ ഗസ് സാറ് പറഞ്ഞ ഒരു കാര്യം നല്ലതെന്ന് തോന്നുന്നു. സാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞങ്ങൾ +1 +2 ക്ലാസ്മേറ്റ്സ് ആയിരുന്നു. കൊമേഴ്സിൽ ഒരേ ക്ലാസ്, ബട്ട് സ്റ്റിൽ മാത്സ് ക്ലാസ്സിലാണ് ഞങ്ങൾ ഒന്നിച്ചത്. മാത്സ് ക്ലാസ്സിൽ ഞങ്ങൾ വേറെ സെപ്പറേറ്റ് ക്ലാസ് റൂമിലൊക്കെ പോയിരുന്നാണ് മാത്സ് പഠിക്കുന്നത്. ഞങ്ങൾ ഹസ്ബൻഡിന് ഫുൾ പഠിക്കുന്ന പിള്ളേര്, നമ്മൾ ഞങ്ങൾ തൊട്ട് ബാക്കില് കാര്യമൊക്കെ കേട്ടിങ്ങനെ ഇരിക്കും. പക്ഷെ അത് ശിവമാസ നമ്മള് ഭയങ്കര കാര്യം സത്യം ഭയങ്കര സ്നേഹമുള്ള ഒരു മനുഷ്യനാണ്. ആ സ്നേഹത്തിന് പുറത്ത് പുള്ളി എന്നോട് എന്താ പറഞ്ഞെന്നറിയോ, റിയ മാത്സിന് ഫുൾ മാർക്ക് വാങ്ങണ്ട, ജയിച്ചു മതി. സത്യം അവസാനം സ്നേഹത്തോടെ എന്ന് പറഞ്ഞാൽ ഒന്ന് ജയിച്ചത് മതി, നല്ല സാറ്. അല്ല, ഞാൻ ചോദിച്ചത് നമ്മള് ഏകദേശം 11 തൊട്ട് ഫ്രണ്ട്സ് ആയി. അതായത് നമുക്ക് ഏകദേശം 16-17 ഇയേഴ്സ് ഉള്ളപ്പോ ഇപ്പൊ നമുക്ക് 25 വയസ്സ്, ഓൾമോസ്റ്റ് 10 വർഷത്തെ ഫ്രണ്ട്ഷിപ്പ് ആവുമ്പോ അല്ലേ? 10 വർഷമായി, പക്ഷെ തോന്നുന്നില്ലല്ലോ.
ഇല്ല ശരിയാണ്. നിങ്ങൾ ആക്ച്വലി നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഈ ക്വസ്റ്റ്യൻ ചോദിക്കണല്ലേ, നമ്മൾ എത്ര നാളായി? കാരണം ഞാൻ ഇപ്പോഴാണ് റിയലൈസ് ചെയ്യുന്നത്, ഞങ്ങൾ 10 വർഷമായിട്ട് ഒന്നിച്ച് അന്ന് തൊട്ട് ഞാൻ എന്ത് പറഞ്ഞാലും കൂടെ ചാടി പോയിരുന്ന ഒരാളാണ്. എന്നാന്നൊന്നും ചോദിക്കില്ല പോലും. എന്നിട്ട് ഞാൻ പെട്ടതാണ്. എനിക്ക് പോലും അറിയാത്തൊരു പെടലായി ജീവിതത്തിൽ എങ്ങനത്തെ ഒരു വള്ളി പിടിക്കുന്ന കരുത്തില്ല. അല്ലെങ്കിൽ എന്നോട് എല്ലാരും പറയാറുണ്ട് ഞാൻ വള്ളികളെ ഇറന്നു വാങ്ങുന്നു, അതിനൊരു വള്ളിയാണ് ഈ വള്ളി. അതിൽ ഏറ്റവും വലിയ വള്ളിയാണ് ഈ പോഡ്കാസ്റ്റ്. നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് പറഞ്ഞാല് നീ എന്നെ ആദ്യമായിട്ട് കണ്ട ദിവസം ഓർക്കുന്നുണ്ടോ? ഇല്ല ഇല്ല, ഞാൻ ഓർക്കുന്നില്ല. അല്ല, അപ്പൊ ഞാൻ അതിന് കുറെ പേര് ചോദിക്കുന്നത് എന്നെ കണ്ട പാടുമ്പോ എന്താ തോന്നിയെന്നൊക്കെ ഞാൻ ഓർക്കുന്നില്ല. അത് സിമ്പിൾ ആയിട്ട് ആൻസർ ക്വസ്റ്റ്യൻ ഒന്നും ഗ്യാപ്പൊന്നുമില്ല. ഞാൻ ഓർത്തില്ലെന്ന് പറയുള്ളൂ. അയ്യോ, അങ്ങനെ മാത്സ് ക്ലാസ് വെച്ച് നമ്മൾ ഫ്രണ്ട്സ് ആയിരുന്നു. അതിന്റെ ഇടയ്ക്ക് നമ്മളിവിടെ അനറ്റ് വന്നു, പിന്നെ കുറെ ഫ്രണ്ട്സ് അങ്ങനെ വന്നു. അപ്പൊ ഞാൻ ഓർക്കാത്തൊരു സിറ്റുവേഷൻ ആണ്, നീ ഓർക്കുന്നുണ്ടെന്ന് പറയണം. അനറ്റ് എന്നോട് പറഞ്ഞു ഞാൻ അവളെ റാഗ് ചെയ്തിട്ടുണ്ടെന്ന്. എന്നെയോ? അല്ല, ഞാൻ അനറ്റിനെ റാഗ് ചെയ്തിട്ടുണ്ടെന്ന്. നീ ആ ഒരു സിറ്റുവേഷൻ ഓർക്കുന്നുണ്ടോ? ആ, അവള് ലൈക് അനറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയൂലല്ലോ. ആണോ? ഓക്കെ. അങ്ങനെയാണ് ഞങ്ങൾ 3 ഫ്രണ്ട്സ് ഉണ്ട്, അനറ്റ്, ഹന്ന, ഞാൻ. അപ്പോ ഞാനും ഹന്നയും മാത്സ്, അനറ്റ് കമ്പ്യൂട്ടർ എടുത്ത്. അനറ്റ് പുതിയതായിട്ട് സ്കൂളിലേക്ക് ജോയിൻ ചെയ്തതുള്ളൂ. നമ്മള് പഴയ തൊട്ടാണല്ലോ, അപ്പൊ നമ്മൾ ചട്ടം പേജ് അടക്കുക. ഞാൻ അനത്തിന് ഫസ്റ്റ് ഡേ എന്റെ മാത്സിന്റെ നോട്ട്സ് എഴുതാൻ കൊടുത്തു. വേറെ ഒരു സബ്ജക്റ്റ് ഇല്ല, മാത്സ് എടുക്കാത്ത ആളെയും ഞാൻ മാത്സിന്റെ നോട്ട്സ് എഴുതാൻ കൊടുത്തു. അപ്പൊ അവള് ആദ്യം ഞാൻ വിശ്വസിച്ചില്ല, ഞാനെന്തിനാ നിനക്ക് അങ്ങനെ തന്നെ ചോദിച്ചു. ഒന്നില്ല, എന്റെ ക്ലാസ്മേറ്റ് ഇല്ലേ. എന്നിട്ട് ഞാൻ മാത്സ് നോട്ട്ബുക്ക് എടുത്തപ്പോ ആദ്യത്തെ 10 പേജ് അവളുടെ ഹാൻഡ് റൈറ്റിംഗ്. എനിക്കറിയില്ല. ആണോ? ഇത് സത്യമായിട്ട് ആദ്യത്തെ 10 പേജ് അവളുടെ ഹാൻഡ് റൈറ്റിംഗ്. അതിനുശേഷം മൊത്തം ബ്ലാങ്ക്. സത്യം അവളെ ഇത് ഇനി അടുത്തത് അങ്ങനെ പല സത്യങ്ങളും വെളിപ്പെടുത്തുന്നു. പല സത്യങ്ങളും പുറത്തു വരാൻ പാടില്ലാത്ത സത്യങ്ങളുണ്ട്. ഇല്ലാതൊക്കെ നമ്മൾ എടുത്തുകളെ ആ ഒരു വിശ്വാസത്തിന്റെ ഞാനും ഇരിക്കുന്നത്. എന്ത് മണ്ടത്തിനും നിങ്ങൾ പറഞ്ഞാലും ഓക്കെ. ഇനി കുറച്ച് സിറ്റുവേഷൻസ് ആണ്. ഞാൻ പറഞ്ഞ ഏറ്റവും വലിയ മണ്ടത്തരം അല്ലെങ്കിൽ സ്കൂളിൽ വെച്ച് ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരം എന്തെങ്കിലും നീ ഇങ്ങനെ ഓർത്തിരിക്കുന്നതായിട്ടുണ്ടോ? ഇല്ല. ഇല്ല. അപ്പൊ ഞാൻ മണ്ടത്തരം കാണിക്കാറില്ല സ്കൂളില്. മണ്ടത്തരം കാണിക്കാത്തോണ്ടൊന്നല്ല, പക്ഷെ എന്റെ ഓർമ്മയിൽ വരാത്തോണ്ട്. ശരിയാ, ഞാൻ ഒന്നും അങ്ങനെ ഓർക്കുന്നില്ല. ഓക്കെ. എനിക്ക് തോന്നുന്നു നിനക്കാലും സ്കൂളിൽ നമ്മുടെ കോളേജ് ആ സമയത്ത് ഇവള് രാജകീയായിരുന്നു. ഞങ്ങൾ ഒന്നിച്ചായിരുന്നു മാത്സ് എല്ലാം ഇരുന്നത്. ഒരു തൊട്ടടുത്തടുത്ത് ഇരിക്കുള്ളൂ, ഇങ്ങനെ ഞങ്ങൾ ഇരിക്കുള്ളൂ. എന്നിട്ട് വേറെ എങ്ങനെ നിങ്ങളുടെ മുടി കാരണം നിങ്ങൾ സിസ്റ്റേഴ്സ് ആണ്, ആ രണ്ടുപേരാണ് ഇപ്പൊ മുടിയൊക്കെ സെറ്റ് ചെയ്ത്. പിന്നെ ഞങ്ങളുടെ സ്വഭാവം ഏകദേശം ഞങ്ങൾ രണ്ടുപേരും അവിടെ മിണ്ടാതിരിക്കുന്നത്. ഇതുപോലെ കണ്ടിന്യൂസ് നോൺ സ്റ്റോപ്പ്. ശിവകുമാർ സാർ, ഞങ്ങൾ മാത്സ് സാറാണ് ആക്ച്വലി ഞങ്ങള് മീറ്റ് ചെയ്യിപ്പിച്ചിട്ട് സാറാണ് ഞങ്ങൾ ഒന്നിച്ചിരുത്തിയത്. അങ്ങനെയാണ് ഞങ്ങൾ മിണ്ടി തുടങ്ങിയത്. അതോടെ സാറിനത് മതി. പിന്നെ സാറിന് മനസ്സിലായി രണ്ടിനും ഒരുമിച്ചിരുത്തി. അയ്യോ. അപ്പൊ നമ്മള് കോളേജ് സെപ്പറേറ്റ് ആയി, പക്ഷെ കോളേജ് എത്തിയതിനു ശേഷമാണ് കുറച്ചുകൂടെ ഫ്രണ്ട്ഷിപ്പ് ബിൽഡ് ആയത്. അതുപോലെ രാജഗിരി ഞാൻ സെന്റ് ജോസഫ്. ഞാൻ ആക്ച്വലി കുറച്ചുകൂടി ഗേൾസ് ഉള്ളിൽ പോണം എന്നോർത്ത് പോയ കോളേജാണ് സെന്റ് ജോസഫ്. നീ രാജഗിരി ബികോം? വേറെ വഴിയില്ലാത്തതും ഞാൻ രാജഗിരി ബികോം. പക്ഷെ ബാഡായിട്ട് പറയുന്നില്ല, പക്ഷെ നല്ലായിരുന്നു, നല്ല കോളേജായിരുന്നു. ഈവൻ ദോ നമ്മൾ ഫ്രണ്ട്സ് ഒരുമിച്ച് ഒരു കോളേജ് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് എൻജോയ് ചെയ്യാൻ പറ്റുന്നുള്ളൊരു നല്ല എക്സാമ്പിളാണ് ഞങ്ങൾ രണ്ടുപേരും. അങ്ങനെ പറഞ്ഞു. ഓക്കെ. ഈ നമ്മൾ ഈ പോഡ്കാസ്റ്റ് എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാനിങ്ങനെ റാപ്പിഡ് ഫയർ നിനക്ക് എന്നെ എത്ര നന്നായിട്ട് അറിയാം? അതിൽ ഞാൻ 0 ആയിരിക്കും ശരിക്കും. അതായത് ഞാൻ ഇവളോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഇത് ഞങ്ങൾക്ക് അവസരം കിട്ടിയപ്പോ തിരിച്ചു ഇല്ല. കോമൺ ആയിട്ടുള്ള നമ്മൾ കോമൺ ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തേത് നമ്മൾ എപ്പോഴെങ്കിലും ഫൈറ്റ് ചെയ്തിട്ടുണ്ടോ? യെസ് ഓർ നോ? ഇല്ല, ഇതുവരെ ഫൈറ്റ് ചെയ്തില്ല. എന്താണെന്നറിയില്ല, പക്ഷെ ഇതുവരെ ഞങ്ങളുടെ ഇടയ്ക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ബൈ ദി ഗ്രേസ് ഓഫ് ഗോഡ്. ഓക്കെ.
എന്റെ ക്ലാസ് ടൈമില് ഏറ്റവും അധികം വഴക്ക് പറഞ്ഞ ഏത് ടീച്ചറായിരുന്നു? എല്ലാ ടീച്ചേഴ്സ് ബട്ട് സ്റ്റിൽ മാത്സ് സാർ ആണ് മറ്റേ ശിവ സാർ അല്ലേ മറ്റേ ബ്രില്യന്റിൽ ഒരു സാർ പഠിപ്പിക്കാൻ സോറി സാർ സാറിന്റെ പേരറിയില്ലെങ്കിൽ കട്ട് ചെയ്യണം. ഇല്ല എനിക്ക് തോന്നുന്നു ജോമോൻ സാർ അല്ല അത് നമ്മുടെ മറ്റേ ജോമോൻ സാർ അതല്ല ഈ സാറിന്റെ പേര് ജോ കുട്ടി എന്തായിരുന്നു സാറല്ല നമ്മുടെ കൊമേഴ്സ് ക്ലാസ്സിലായിരുന്നു രാജലക്ഷ്മി സാർ. മിസ് എന്നോട് എപ്പോഴും പറയും നീ ഒന്ന് ചിരിച്ച അന്ന് സ്റ്റാഫ് റൂം വരെ വിശാംസം ആവശ്യത്തിനൊക്കെ മറ്റേ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ നമ്മളിങ്ങനെ ഇത് കണ്ടതോടെ 2 ടീച്ചറെ വിളിച്ചു തെറിയായിരിക്കും അവരുടെ എത്തില്ലെന്നുള്ള വിശ്വാസത്തോടെ കട്ടിയും. പിന്നെ മൂന്നാമത്തത്, എന്റെ ഏത് സ്വഭാവമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതും? ഓക്കെ അല്ലാത്ത എന്ന് ചോദിച്ചാൽ അത് DNR എന്ന് എല്ലാരും പറയുന്ന ഒറ്റയ്ക്കൊരു കാര്യം ഉണ്ടാവുള്ളൂ. ഫോൺ വിളിച്ചെടുക്കില്ല, വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തെടുക്കില്ല, ഇൻസ്റ്റന്റ് മെസ്സേജ് റിപ്ലൈ അല്ല, ഒന്നും ചെയ്യാത്ത ഇത്ര സോഷ്യലി ആക്റ്റീവ് അല്ലാത്ത ഒരു പേഴ്സൺ എന്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല. സത്യമായിട്ടും ഒന്നും ഇപ്പൊ നമ്മൾ എന്തെങ്കിലും പെട്ട അവസ്ഥയിലാണ് ഇപ്പോൾ ഞാൻ ഫോൺ എടുക്കുക. അതുകൊണ്ട് ഞാൻ വിളിക്കാറില്ല, കാരണം എനിക്കറിയാം വിളിച്ചിട്ട് കാര്യമില്ല. ഇന്ന് ഞാൻ ഷൂട്ടിങ് ഇന്ന് വിളിച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഷൂട്ട് ചെയ്താൽ ചെയ്യുന്നത് കുഴപ്പമില്ലല്ലോ, കാരണം ഇത് നല്ലാണി മാത്രമല്ല പുറത്തു വരുള്ളൂ, ഇതിനെ വരില്ലല്ലോ. അപ്പൊ പക്ഷെ രാവിലെ തൊട്ട് എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം, അപ്പൊ ഞാൻ രാവിലെ തൊട്ട് ചെയ്യാനും വലിയ ഫോൺ എടുക്കുന്നില്ല. പരിധിക്ക് പുറത്ത് മെസ്സേജ് അയച്ചു, വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു, എപ്പോഴൊന്നും റിപ്ലൈ ഇല്ല ചെയ്യാൻ. അവസാനം എനിക്കൊന്ന് 2 hours ആഫ്റ്റർ അവൾ എന്നെ വിളിച്ചു, ഇനി നീ എപ്പോഴാ വരുന്നത്, ഈ കോളൊന്നും ചെല്ലാത്ത പോലെ. ഞാൻ ഇത്രയും നേരം ഇന്ന് വിളിച്ചൊന്നും അവൾ അറിയാത്ത പോലെ. അവൾ ഞാൻ എന്റെ കാര്യത്തിൽ ഞാനിവിടെ ഞാൻ പോസ്റ്റ് ചെയ്യാം, എന്നിട്ട് അവിടെ അങ്ങനത്തെ പറഞ്ഞു. അപ്പൊ എന്തെങ്കിലും ഇപ്പൊ എനിക്ക് അത്യാവശ്യമാണ്, എനിക്കറിയാം ഞാൻ വിളിച്ചിട്ട് കാര്യമില്ല. നമുക്കിപ്പോ എല്ലാവരും ഉണ്ടാകും, എല്ലാവർക്കും ഓരോ ഫ്രണ്ട്സ് ഉണ്ടാവില്ല. ഓക്കെ ഈ സാഹചര്യം നമ്മൾ വിളിച്ചെടുക്കും, അല്ലെങ്കിൽ നമുക്കൊരു ആവശ്യം വന്നാൽ വിളിക്കും. ലൈക്ക് എന്താ പറയുക, ആ ഒരു രീതിയിൽ നമുക്ക് എപ്പോഴും ഒരാളുണ്ടാവും. എല്ലാവർക്കും ഉണ്ട്, എല്ലാ ഫ്രണ്ട്സും. എന്റെ ആ ലിസ്റ്റിൽ നീ ഇല്ല, ഇത്രയും വർഷമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ആണ്. എന്റെ ലിസ്റ്റിൽ നീ ഇല്ല, കാരണം എനിക്കറിയാം ഞാൻ വിളിച്ചിട്ട് കാര്യമില്ല. ഇപ്പൊ ഞാൻ ചാവാൻ കിടന്നപ്പോൾ ഞാൻ വിളിച്ചിട്ട് അതുകൊണ്ട് അതാണ്. പക്ഷെ അത് അവളുടെ ക്യാരക്ടറിലായിരുന്നത്. ബട്ട് ദാറ്റ്സ് വൺ ഇടയ്ക്കൊക്കെ നമ്മൾ ചിലപ്പോ എന്തിനൊക്കെ ഇഷ്ടമായിരിക്കും. കഴിഞ്ഞ ദിവസം ഞാൻ എന്തിനോ വിളിച്ചു, പിന്നെ എനിക്ക് സ്വഭാവമാണ് ഞാൻ എന്തിനും ഓർക്കുമ്പോഴായിരിക്കും ഞാൻ വിളിക്കുന്നത്. ഞാൻ മെസ്സേജ് അയക്കാത്ത ഒരു പേഴ്സൺ. അപ്പൊ ഞാൻ വിളിച്ച് സംസാരിക്കാനോ അല്ലെങ്കിൽ എനിക്ക് വിളിക്കാനാണ് കൂടുതൽ ഇഷ്ടം. അങ്ങനെ എന്തിനോ വേണ്ടി അത് എന്തോ ഓർത്താണ് ഞാൻ വിളിച്ചത്. ഇത് ഫോൺ എടുത്തില്ല, ഇവളതിന് പിറ്റോസം വിളിച്ചു. അപ്പൊ ഞാൻ ആ കാര്യം പറഞ്ഞു, ഞാൻ ഇതിനാ വിളിച്ചു. അതാണ് എനിക്ക് അങ്ങനത്തെ കുഴപ്പമുള്ളതുകൊണ്ടായിരിക്കും എനിക്ക് ഇഷ്ടം. പക്ഷെ ചില സമയത്ത് ഓക്കെ, ബട്ട് ഓൾമോസ്റ്റ് എനിക്ക് ഇഷ്ടമില്ലാത്തൊരു ക്യാരക്ടർ. പിന്നെന്താ ഇഷ്ടമുള്ള അതൊന്നുമില്ല. ബെസ്റ്റ് ഫ്രണ്ട് അല്ല, ദിയ ഇസ് ലൈക്ക് ദിയ ഭയങ്കര കോൺഫിഡന്റ് പേഴ്സൺ ആണ്. അല്ല ദിയക്ക് എന്താ പറയാ, ദിയ ഭയങ്കര കോൺഫിഡന്റ് ആണ് എല്ലാ കാര്യത്തിലും. ലൈക്ക് അവള് ചെയ്യുന്ന ഓരോ കാര്യത്തിലും അവള് പെട്ടെന്ന് യൂട്യൂബ് ചാനൽ ഇപ്പൊ തുടങ്ങിയിട്ട് അതിന് മുമ്പായാലും ഓരോ രീതിയിൽ അവളുടെ കരിയർ ഡെവലപ്പ് ചെയ്യാന് ഞാനൊക്കെ ഓർമ്മ ഈശ്വര ഞാനൊക്കെ പണ്ടിട്ടിട്ട് പോയനെ. കോർപ്പറേഷൻ നടക്കില്ല എന്ന് അറിഞ്ഞുകൊണ്ട് ഈ ചേർത്ത കാര്യങ്ങളൊന്നും ഇതിയെല്ലാം ഇൻട്രസ്റ്റഡ് ആണ്. ഇപ്പൊ ഒന്നിനും പിടിച്ചില്ല, അടുത്തൊരു ഷീ ഈസ് റെഡി ടു മൂവ്. അവൾ ആ ഒരു ഭയങ്കര കോൺഫിഡന്റ് ആണ് എടുത്തിട്ട്. ഇപ്പൊ നമ്മളെല്ലാവരും സക്സസ് ഉണ്ടോ ഫെയിലിയർ ഉണ്ടാവുന്നല്ല, പക്ഷെ അവൾ അത് ചിന്തിക്കുന്നില്ല. എന്നെ കൊണ്ട് പറ്റും എന്ന രീതിയിൽ ഇറങ്ങിയിരിക്കും. അതിപ്പോ എന്ത് കാര്യത്തിനാണെങ്കിലും ദിയ ഭയങ്കര ആക്റ്റീവായിട്ട് ഇറങ്ങുന്ന ഒരു പേഴ്സണാണ്. നീ കോൺഫിഡൻസ്, ആ കോൺഫിഡൻസ് ലെവലും മോളെ സൂപ്പർ. പ്രൗഡ് ഓഫ് യു. ഞാൻ എത്ര പൊക്കല് പ്രതീക്ഷിച്ചത്. എന്റെ എല്ലാ ആഗ്രഹവും അതെ എന്റെ മെയിൻ പരിപാടി എന്ന് വെച്ചാൽ എന്നെ പൊക്കി പറയാം. ചുറ്റിനുള്ളൊരു റെക്കോർഡ് ചെയ്യുന്നത് അല്ല. ആക്ച്വലി നീ പറഞ്ഞാല് ഞാൻ എല്ലാ പരിപാടിയും ചെയ്യുന്നുണ്ട്. രക്ഷപ്പെടുവോ രക്ഷപ്പെടുവില്ല അത് രണ്ടാമത്, പക്ഷെ തുടങ്ങി വെക്കുന്നുണ്ട്. താങ്ക് യു.
പിന്നെ ഞാൻ ചോദിക്കാൻ പാടില്ലാത്തൊരു ചോദ്യം, സ്റ്റിൽ ഞാൻ ക്വസ്റ്റ്യൻ കിട്ടാത്തതുണ്ട്. ഞാൻ ഏറ്റവും അധികം യൂസ് ചെയ്യുന്ന ഇമോജി അത് പുറത്തോട്ടാവില്ല. സോറി അങ്ങനെയൊന്നുമില്ല, നിങ്ങൾ തെറ്റ് നോക്കുള്ളത്. നിങ്ങൾ തെറ്റിദ്ധരിക്കുന്ന കുറച്ച് കോൺഫിഡൻസ്. ഓക്കെ, ഞാൻ യൂഷ്വലി ഇമോജി അല്ല സ്റ്റിക്കർ ആയിരുന്നു. അതായത് ബാക്ക് സ്റ്റോറി ഉണ്ട്, അതൊന്നും പുറത്ത് പറയുന്ന ഓക്കെ. ഞാൻ യൂഷ്വലി എത്ര മണിക്കാ കിടക്കാറ്? 9 മണി 10 മണി ഇങ്ങനത്തെ ഒരു സമയം നമ്മുടെ ക്ലോക്കിൽ ഉണ്ടെങ്കിൽ ആ സമയത്ത് ദിയ ഫ്ലാറ്റ് ആയിരിക്കും. ശുഭ മുഹൂർത്തത്തിൽ ദിയ ഫ്ലാറ്റ് ആയിരിക്കും. മുഹൂർത്തം എന്ന് പറയും, മുഹൂർത്തം. ഓക്കെ, ഇനി എന്റെ ഏറ്റവും വിയേർഡ് ആയിട്ട് തോന്നിയ എന്റെ ഒരു ഹാബിറ്റോ അല്ലെങ്കിൽ ക്യാരക്ടർ എന്തെങ്കിലും ഭയങ്കര വിയേർഡ് ആയിട്ട് തോന്നിയ, വിയേർഡ് ഇൻ സെൻസ് നമുക്ക് കുറെ ഫ്രണ്ട്സ് ഉണ്ടാവല്ലോ, അപ്പൊ അതിൽ നിന്ന് എന്നെ മാറ്റി നിർത്തുന്ന ഒരു ക്യാരക്ടർ ഉണ്ടായിരിക്കും. വിയേർഡ് വേണ്ട, ഒരു സ്പെഷ്യൽ ക്യാരക്ടർ. അത് ഞാൻ തൊട്ടും പറഞ്ഞു, വിളിച്ചു ഫോൺ എടുക്കും, ആവശ്യത്തിന് ഉണ്ടാവില്ല. സോറി, ഞാൻ ലൈക്ക് എല്ലാവർക്കും ഉണ്ടാവില്ല ആവശ്യത്തിന് ആവശ്യമുള്ള ഫ്രണ്ട് ആണ്. എന്റെ ഫ്രണ്ടിനെ കൊണ്ട് അങ്ങനത്തെ ഒരു കൂട്ടുണ്ടാക്കി. അല്ല പക്ഷെ ഞാൻ ഷീ ക്യാൻ ഗെറ്റ് ദ ബെസ്റ്റ് അഡ്വൈസ്. ആ കാര്യത്തിൽ ദിയ സൂപ്പർ. അല്ല ഞാൻ എനിക്ക് എന്നോട് എല്ലാരും പറയുന്ന ഒരു കാര്യം നീ മാറ്റണം. പക്ഷെ ഐ ആസ് എ പേഴ്സൺ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്ന് വെച്ചാല് എനിക്ക് കുറെ ഫ്രണ്ട്സ് ഉണ്ട്, കുറച്ച് നല്ല ഫ്രണ്ട്സ് ഉണ്ട്. ഇപ്പൊ നീയാണ്, സാൻഡ്രയാണ്, അങ്ങനെ കുറച്ച് പേരുണ്ടെങ്കിലും ഞാൻ എടുത്തില്ലെങ്കിലും അവർക്ക് മനസ്സിലാവും. അല്ല ഞാൻ പറയണല്ലോ, ഇപ്പൊ ഞാൻ എടുത്തില്ലെങ്കിൽ മനസ്സിലാവും. വേറെ ഉള്ളവരാണെങ്കിൽ ഞാൻ വിളിച്ചിട്ട് എടുത്തില്ല, അവർക്ക് ഭയങ്കര ജാടിയ, അങ്ങനത്തെ രീതിയിൽ തെറ്റിദ്ധരിക്കും. പക്ഷെ ഇവള് എന്നെ 1000 പ്രാവശ്യം വിളിച്ചിട്ട് ഞാൻ എടുത്തില്ലെങ്കിൽ യാതൊരു കംപ്ലൈന്റ് ഇല്ല. കാരണം ഇവൾക്ക് മനസ്സിലാവും ഞാൻ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പേഴ്സൺ ആണ്. ഇപ്പൊ എന്നെ വേറെ നമ്മുടെ ഫ്രണ്ട് ഉണ്ട് ഷാജി, ഇപ്പൊ എന്നെ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ അവളെ എന്റെ അമ്മേനെ വിളിച്ച കാര്യം പറഞ്ഞു. ഞാനും അങ്ങനെയായിരുന്നു. ഇവള് വീട്ടിലുള്ള സമയത്ത് ഇവിടെ മുകളിലായിരിക്കും. അപ്പൊ മുകളിലായോണ്ടായിരിക്കും ചിലപ്പോ ഫോൺ താഴ്ത്തും, ഇവിടെ മുകളിലായിരിക്കും. അല്ലെ എന്തെങ്കിലും അങ്ങനെ ഫോൺ കിട്ടില്ല, ഫോൺ കിട്ടില്ല. എന്നിട്ട് ഞാൻ ഇവളുടെ അമ്മേനെ വിളിക്കും. അപ്പൊ ആന്റി എന്താ മോളെ വിളിച്ചു, അവളെ വിളിച്ചിട്ട് കിട്ടിയില്ല. ഞാൻ പറഞ്ഞു ഇല്ല ആന്റി, അവളെ വിളിച്ചിട്ട് കിട്ടുന്നു, അത് ഫോൺ കൊടുക്കും. അവളെ ഇവിടെ അടുക്കളയിലുണ്ട്, ഫോൺ മുകളിലാന്ന് തോന്നുന്നു. അത്ര സിമ്പിൾ കാര്യങ്ങളാണ്. ഞാൻ അമ്മേനെ വിളിക്കും, വീട്ടിലാന്ന് അറിഞ്ഞാൽ ഞാൻ അപ്പൊ അമ്മേനെ വിളിക്കും, ആന്റിനെ വിളിക്കും. അല്ല പക്ഷെ ആ ഒരു അങ്ങനെ ചെയ്യാനൊരു എഫേർട്ട് അല്ലെങ്കിൽ ആ ഒരു മനസ്സ് വന്നല്ലോ, വേറെ വഴിയില്ലല്ലോ. അല്ല വിധിയുടെ ഒരു വിളയാട്ടങ്ങൾ. അങ്ങനെയല്ല, ഞാൻ എപ്പോഴും എന്റെ ഫ്രണ്ട്സിനെ, ഇപ്പൊ ചിലവർ എന്നോട് കംപ്ലൈന്റ് ചെയ്തു നിന്നെ വിളിച്ചെടുത്തില്ല. അപ്പൊ ഞാൻ ഭയങ്കര പ്രൗഡായിട്ട് ഒരു എന്റെ ഫ്രണ്ട്സ് എന്റെ ഒരു സ്വഭാവം മനസ്സിലാക്കുന്നുണ്ട്. ലൈക്ക് അതൊരു മോശമായിട്ട് അവരെന്നെ ഞാൻ എങ്ങനെയാണോ അതേ രീതിയിൽ അക്സെപ്റ്റ് ചെയ്യുന്നത്. സോ പക്ഷെ അതിനെ മാറ്റേണ്ട സ്വഭാവമാണ്. ബട്ട് സ്റ്റിൽ ഐ എം വെരി ഹാപ്പി ദാറ്റ് there are people around me who can accept me for who I am. നല്ല ലെക്ചർ. ഇനി ഞാൻ ഏറ്റവും അധികം കള്ളം പറയുന്നത് എന്തായിരിക്കും? എന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു കള്ളം ഇവിടെ പറയുന്ന എനിക്ക് തോന്നുന്നു ഫോൺ എടുക്കാതിരിക്കാൻ വേണ്ടി ഒരു ടൈപ്പ് കള്ളത്തരം. ഞാൻ ഉറങ്ങിപ്പോയി. മേ ബി അവള് പുറത്തായിരിക്കാം ചില സാഹചര്യങ്ങളിലൊക്കെ. പക്ഷെ എന്നാലും ഉറങ്ങിപ്പോയി. അത് കേൾക്കുമ്പോ നമുക്ക് മനസ്സിലാവും. പിന്നെ ശരി, അല്ലെങ്കിൽ വിളിച്ചിട്ട് പറയും ഞാൻ ഉറങ്ങിപ്പോയത്. പക്ഷെ ചിലപ്പോ അന്ന് ഓൺലൈനിലൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മള് മൈൻഡ് ചെയ്യാറില്ലത്. ഇങ്ങനത്തെ കുറച്ച് കളത്തരങ്ങളൊക്കെ കൈയോടെ പൊക്കി എന്നെ വിഷമിപ്പിക്കാറില്ല, സപ്പോർട്ട് ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. പിന്നെ ഞാനും അങ്ങനെ അത്യാവശ്യ സാഹചര്യത്തിൽ ഇവിടെ വിളിക്കാത്തോണ്ട് എനിക്ക് വലിയ സൂപ്പറുള്ള കാര്യമൊന്നുമല്ല. അത്യാവശ്യത്തെ വിളിച്ചൊക്കെ എടുക്കില്ല. അന്നേരമാണ് നേരത്തെ നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഫൈറ്റ് ഉണ്ടായില്ല. ചിലപ്പോ അത്യാവശ്യത്തിനുള്ള ഇവിടെ ഫോൺ എടുത്തിട്ട് ചിലപ്പോ നല്ല അടിയുണ്ടായി. എനിക്ക് അങ്ങനെ സാഹചര്യത്തിൽ ഞാൻ വിളിക്കുന്ന ആള് ഫോൺ എടുത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആവും. വിളിക്കാറ് കാരണം എനിക്കറിയാൻ കാര്യമില്ല. വെറുതെ എന്റെ ടെൻഷൻ എന്റെ ബിപി കൂട്ടാനായിട്ട് ഞാൻ വിളിക്കാറില്ല. അങ്ങനത്തെ സാഹചര്യം വിളിക്കാറില്ല. അപ്പൊ അതുകൊണ്ട് അന്നേരം നമ്മള് കള്ളം അങ്ങനത്തെ സാഹചര്യം കള്ളം പറയാത്തോണ്ടായിരിക്കും എനിക്ക് അത്രയ്ക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അല്ലാതെ അവള് പറഞ്ഞ കള്ളങ്ങൾ ഇതൊക്കെയാണ്. ഉറങ്ങിപ്പോയിടി, സോറി കണ്ടില്ല, ഫോണിന് റേഞ്ച് ഉണ്ടായില്ല, ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുവാണ്. അതായത് ഫോണിന് റേഞ്ച് ഇല്ല, ഉറങ്ങിപ്പോയി, സൈലന്റ് ആയിരുന്നു, തിരക്കായിരുന്നു, നിങ്ങൾക്ക് പറയണ ശരിക്കും നിങ്ങൾ പക്കാ കള്ളത്തരാൻ അത്രയാണ് വേറെ ഒന്നും വരാറുണ്ട്. ഫോൺ റിലേറ്റഡ് കള്ളത്തരങ്ങൾ അധികം പറയാറുള്ളൂ. അതിനപ്പുറത്തെ കള്ളത്തരം അങ്ങനെ സാഹചര്യങ്ങളൊക്കെ സംഭവിക്കാറുണ്ട്. അല്ലെങ്കിൽ ഒരു റിയാലിറ്റി വേഴ്സസ് എക്സ്പെക്ടേഷൻ സാധനം ഉണ്ടല്ലോ. അത് നമ്മളൊരു സാധനം തുടങ്ങുമ്പോൾ നമ്മുടെ എക്സ്പെക്ടേഷൻ ഇതായിരുന്നു, പക്ഷെ റിയാലിറ്റി വന്നപ്പോൾ നേരെ. അപ്പൊ ഞാൻ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ തരാം. അപ്പൊ നമ്മള്
ഓഫീസിൽ പോവാ അല്ലെങ്കിൽ ജോലിക്ക് തുടങ്ങാൻ പോകുന്നതിന് മുമ്പ് നമ്മുടെ ലുക്ക് വൈസ് ഉള്ള എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയായിരുന്നു? ലൈക് നമ്മളെങ്ങനെ ലുക്ക് ചെയ്യുന്നു? അതായത് ഒരു കോർപ്പറേറ്റ് സെറ്റിംഗിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അതായത് എല്ലാവരും എക്സിക്യൂട്ടീവ് ലുക്കില് ലേസേഴ്സ് ഒക്കെ ഇട്ട് സ്ലോ മോഷനില് ഹൈ ഹീൽസില് നമ്മൾ ഈ ഓരോ സീരീസിലും ഓരോ അതുപോലെ പക്ഷെ അങ്ങനത്തെ ഒന്നുമില്ല. അല്ല, ഞാൻ എംഎൻ പറഞ്ഞ അവിടത്തെ പക്ഷെ അന്നാണ് ഞാൻ മൊത്തത്തില് പറയുവാണെങ്കിൽ നമ്മള് കാണില്ല ഇങ്ങനെ ഭയങ്കര ഡ്രസ്സപ്പ് ചെയ്ത് വരുന്ന കൈൻഡ് ഓഫ് ആൾക്കാരായിരുന്നു. പക്ഷെ ആൾക്കാർ ആക്ച്വലി സിമ്പിൾ. നമ്മള് സാധാ നമ്മള് ഫ്രണ്ട്സിന്റെ പുറത്തൊക്കെ പോകുന്നുണ്ട് ജസ്റ്റ് ഇൻ ഫോർമൽ വേ, ദാറ്റ്സ് ഇറ്റ്. അതാ ഭയങ്കരമായിട്ട് പുറത്തൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇന്ത്യൻ കോണ്ടക്സ്റ്റില് ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിലേക്ക് അതെ കുറച്ച് വൃത്തിക്ക് ഫോർമൽ രീതിയിൽ പോണം. ഞാൻ അത്രയൊക്കെ ഫോർമൽ ആയിട്ട്. ഫോർമൽ വെച്ചാൽ പക്ക ഫോർമൽ അല്ല, ബട്ട് ഒരു സെമി ഫോർമൽ ആ രീതിയിൽ, നോട്ട് വൾഗർ ഡ്രസ്സിംഗ് ഒന്നും പാടില്ല. ദാറ്റ്സ് ദ ഓൺലി തിങ്. പിന്നെ രണ്ടാമത്തേത് എനിക്ക് ഹൈലി റിലേറ്റബിൾ ആയിട്ടുള്ള സാധനമാണ്. എനിക്ക് പൈസ കിട്ടി, ഞാൻ സ്വന്തമായിട്ട് ജോലി ചെയ്ത് പൈസ കിട്ടിയിട്ട് വേണം എനിക്ക് അറിയാതിരിക്കാൻ. എന്നാണ് റിയാലിറ്റി? റിയാലിറ്റി ഞാനത് ആണോ? ഓ നോ, ഇവള് റിച്ചാണ് കേസ്. റിയാലിറ്റി ഞാൻ അങ്ങനെയല്ല. അമ്മ എപ്പോഴും പറയാം കുറച്ചൊക്കെ സേവ് ചെയ്യുന്നു. പക്ഷെ ഞാൻ സേവ് ചെയ്യാറുണ്ട്, അതേ രീതിയിൽ സ്പെൻഡും ചെയ്യാറുണ്ട്. എന്നുവെച്ചാൽ ഞാൻ എനിക്ക് വേണ്ടി അങ്ങനെ ഭയങ്കര സ്പെൻഡിങ് പേഴ്സൺ എന്ന് പറയാം. ഞാൻ കൂടുതൽ പോയ ഡ്രസ്സ് വാങ്ങും. പിന്നെ അങ്ങനെ എനിക്ക് ഇഷ്ടമുള്ളവർക്ക് എന്ത് മേടിച്ചു കൊടുക്കാൻ ഇഷ്ടം. ഐ ലൈക്ക് ടു അങ്ങനത്തെ ആയിരുന്നു ഞാൻ സ്പെൻഡ് ചെയ്യാൻ. ലൈക്ക് ഗിഫ്റ്റിംഗ് അല്ല, എന്ത് സാധനമാണ് ഒരു ചെറിയ സാധനമാണ് എനിക്ക് മേടിച്ചത്. സോ ഇപ്പൊ അവർ കുറെ ആഗ്രഹിക്കുന്ന ചില സാധനങ്ങൾ ഉണ്ടാവില്ല, ലൈക്ക് അതൊക്കെ സഹായിച്ചു മേടിക്കുന്നവർക്ക് എന്ത് ഉദ്ദേശിച്ചത്. പക്ഷെ എനിക്ക് അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഇഷ്ടമാണ്. കുറച്ച് സേവിങ്സ് ഉണ്ട്. അപ്പൊ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ജോലി ചെയ്യുമ്പോ രണ്ട് ടൈപ്പ് ആൾക്കാരുണ്ട്. ഒന്ന് അത്യാവശ്യം സേവിങ്സ് ഉള്ളത്. ഇല്ല, പക്ഷെ അങ്ങനെ ഭയങ്കര സേവിങ്സ് ഒന്നുമില്ല. പക്ഷെ എന്നാലും ഈ സേവിങ്സ് ഞാൻ എടുക്കും. ഞാനത് വേറെ ഒരു അക്കൗണ്ടിലേക്ക് മാറ്റിക്കും. അവസാനം അങ്ങനെ രണ്ടും കൂടി പോകുന്ന ഒരു പേഴ്സൺ ആണ് ഞാൻ. പക്ഷെ അതുപോലെ തന്നെ ഞാൻ സ്പെൻഡും ചെയ്യാറുണ്ട്. ഞാൻ സ്പെൻഡ് ചെയ്യില്ല എന്നൊന്നും പറയില്ല. പക്ഷെ ശരിയാ, നമുക്ക് പണ്ട് പോക്കറ്റ് മണി വെച്ചുള്ള സ്പെൻഡിങ് നമ്മൾ സ്പെൻഡ് നമ്മുടെ പൈസ ബാക്കി ഉണ്ടാവുള്ളൂ. ഇതങ്ങനെയില്ല. ആ ഒരു റിയാലിറ്റി ഉണ്ട്. എന്റെ റിയാലിറ്റി നേരെ തിരിച്ചാണ്. ഞാൻ എപ്പോഴും പറയും കോളേജിലൊക്കെ അപ്പനും അമ്മേനെ ചെല്ലുന്നപ്പോ ഞാൻ ഭയങ്കര റിച്ച് ആയിരുന്നു. എന്നാ സ്വന്തം ജോലിക്ക് മറ്റേ മാസാവസാനം ബാലൻസ് വെക്കും. അയ്യോ, എനിക്ക് എപ്പോഴും ഉണ്ട്. മാസാവസാനം അതെനിക്ക് കുറച്ച് നാളുകളായിട്ട് തുടങ്ങി. സാലറി കൂടുമ്പോഴും നമ്മുടെ സ്പെൻഡിങ് കൂടുമ്പോഴും അക്കൗണ്ടിൽ ബാലൻസ് നിൽക്കാത്ത പോലെ. ഓക്കെ, ഇനി അടുത്ത വർക്ക് ലൈഫ് ബാലൻസിന്റെ എക്സ്പെക്ടേഷൻ സീറോ. നോ എക്സ്പെക്ടേഷൻ. അല്ല, റിയാലിറ്റി എക്സ്പെക്ടേഷൻ കറക്റ്റ് ജോലിക്ക് വരിക, ബാക്കി ടൈം പറയും. പക്ഷെ റിയാലിറ്റി നേരെ ഉൾട്ടയാണ് ആക്ച്വലി. സീരിയസ്ലി അതിപ്പോ എന്നെ സംബന്ധിച്ചാണെന്ന് എനിക്കറിയില്ല. ഞാൻ എല്ലാരും അങ്ങനെ പറയുന്നത്. പക്ഷെ വർക്ക് ലൈഫ് ബാലൻസ് ചെയ്യുന്ന ഇഷ്ടം പോലെ ആൾക്കാർ എനിക്കറിയാം. പക്ഷെ വർക്ക് ലൈഫ് ബാലൻസ് ചെയ്തു. പക്ഷെ എന്നാലും ഞാൻ മാക്സിമം നോക്കുന്നുണ്ട്. ഞാൻ അതെ എക്സ്പെക്ട് ചെയ്ത വർക്ക് ലൈഫ് ബാലൻസ് അല്ല എന്റെ റിയാലിറ്റി വർക്ക് ലൈഫ് ബാലൻസ്. നമ്മുടെ കൈൻഡ് ഓഫ് വർക്ക് അനുസരിച്ച് മാറും. പിന്നെ ചിലവർക്ക് നല്ലൊരു ഹാൻഡ് ചെയ്യാനുള്ള കഴിവുണ്ട്. എനിക്ക് അത്ര കഴിവൊന്നുമില്ല. ഞാൻ ചിലർ പക്ക എക്സ്പെക്ടേഷൻ സെറ്റ് ചെയ്യും. ഞാൻ ചിലര് ഈ സമയത്ത് ലോഗൗട്ട് ചെയ്തു, അത് കഴിഞ്ഞിട്ട് നോക്കിയില്ല. പക്ഷെ ഞാൻ ആ സമയത്ത് കുറച്ച് ആത്മാർത്ഥതയുള്ള എനിക്ക് കുറച്ച് ആത്മാർത്ഥത കൂടുതലാണ്. അങ്ങനെയുള്ളവർക്കാണ് മിക്കപ്പോഴും കുറച്ച് കൂടുതൽ. അങ്ങനെയുള്ളവർക്ക് വർക്ക് ലൈഫ് ബാലൻസ് ഡെഡിക്കേറ്റഡ് ടു എവരി ആത്മാർത്ഥത എംപ്ലോയീസ്. കുറച്ച് ആത്മാർത്ഥത കുറച്ച് ലേശം കൂടുതലാണ്. കുറച്ച് പിടിച്ചാൽ മതി. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ഈ റീൽസിലൊക്കെ കാണുമല്ലോ മറ്റേ കോർപ്പറേറ്റ് എക്സ്പെക്ടേഷൻ. അതായത് മൺഡേ ടു ഫ്രൈഡേ വർക്ക് ചെയ്യും, സാറ്റർഡേ സൺഡേ ഫുൾ പാർട്ടി, ഫുൾ വൈബിങ്, ഫുൾ ചില്ലിങ്. ഇത് എക്സ്പെക്ടേഷൻ. ഇനി റിയാലിറ്റി എന്തായിരിക്കും? എനിക്ക് ഇങ്ങനെ ചുമ്മാ ഇരിക്കുന്ന എനിക്ക് സ്വഭാവം ഇഷ്ടമല്ല. അതിപ്പോ വീട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും ഫോൺ സ്ക്രോൾ ചെയ്തോണ്ടിരിക്കും. സോ എനിക്ക് അങ്ങനെ ഇരിക്കാൻ ഇഷ്ടമല്ല. എനിക്ക് വീട്ടിലിരിക്കാൻ ഇഷ്ടം. എനിക്ക് അതുപോലെ വീട്ടിലിരിക്കാൻ ഇഷ്ടമല്ല. അതിപ്പോ എന്റെ വീട്ടിൽ നിന്നല്ല, അല്ലെങ്കിൽ അവിടെ എനിക്ക് പൊതുവെ ഇങ്ങനെ റൂമിൽ കയറി ഇരിക്കുക, എനിക്ക് സ്വഭാവം എനിക്ക് ഇഷ്ടമല്ല. അത് കംഫർട്ടബിൾ ആയവരുണ്ട്, പക്ഷെ എനിക്കത് എത്ര പറ്റുന്നില്ല.
അപ്പൊ ഞാൻ മാക്സിമം എവിടെയെങ്കിലും പോവാൻ നോക്കുന്ന ഒരു പേഴ്സൺ ആയിട്ട് ചുമ്മാ നമ്മള് സാറ്റർഡേ രാവിലെ ഇപ്പൊ ഒന്നും ചെയ്യാറില്ല. അപ്പൊ നമ്മള് ചുമ്മാ വലിയ നമുക്ക് വൈകിട്ടാണ് എവിടെ പോകും. ആ ഒരു മൈൻഡ് പ്രിപ്പയർഡ് ഓക്കെ വൈകിട്ട് ഇവിടെ ഫുഡ് കഴിക്കാൻ പോവാം എന്ന് മൈൻഡ് പ്രിപ്പയർ അല്ലെങ്കിൽ ഷോപ്പിങ്ങിന് പോവാ. ഒന്നുമില്ല, പ്രത്യേകിച്ച് ഒന്നും. ചിലപ്പോ മാളത്ത് ചുമ്മാ തന്നെ നടക്കും. പക്ഷെ എന്നാലും വിൻഡോ ഷോപ്പിംഗ് ആണെങ്കിലും എനിക്കിഷ്ടം അങ്ങനെ പോവാൻ. എനിക്ക് ഓരോ സാധനം കാണാൻ ഭയങ്കര ഇഷ്ടം. അപ്പൊ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ചുമ്മാ എനിക്കൊന്നും ഇഷ്ടമില്ല. പക്ഷെ എനിക്ക് അങ്ങനെ പാർട്ടി എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. ബട്ട് അതിന് ഞാൻ പോവും. പക്ഷെ ഇഷ്ടം ഇങ്ങനത്തെ ചുമ്മാ നമ്മള് കഴിക്കാൻ പോകുന്നു, ഫ്രണ്ട്സിന്റെ ഒപ്പം പുറത്തു പോകുന്നു, അല്ലെങ്കിൽ ചുമ്മാ ഷോപ്പിംഗ്, നമ്മുടെ സംസാരിക്കാൻ പറ്റുന്ന കൈൻഡ് ഓഫ് തിങ്സില് അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പൊ അധികം ഫുൾ നോയിസ് കൈൻഡ് ഓഫ് തിങ്സ്. അപ്പൊ അതിട്ട് എനിക്ക് ഇഷ്ടം ഇങ്ങനത്തെ ഇതാണ്. പക്ഷെ വീക്കെൻഡ് ഞാൻ വീട്ടിലിരിക്കാൻ എനിക്ക് അത്ര ഇഷ്ടമുള്ള പേഴ്സൺ അല്ല ഞാൻ. ഇപ്പൊ എനിക്ക് പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഓഫീസിലും പോകാറില്ല. പനിക്ക് ഓഫീസിലും പോവാതെ വീട്ടിലിരിക്കണം. ആ ഒരു ഫീൽ എനിക്ക് വരും. ഞാൻ അവരോട് നമുക്ക് എവിടേക്കും പോകാം പ്ലീസ്, ലൈക്ക് അങ്ങനെ. അതിപ്പോ ഞങ്ങൾക്ക് ആർക്കും നല്ലത് കുറച്ച് ദിവസമല്ലേ വീട്ടിലിരുന്നിട്ട് അപ്പൊ പുറത്തു പോകും. അങ്ങനത്തെ ഒരു സെറ്റപ്പ് എനിക്ക് അങ്ങനെ പൊതുവെ അങ്ങനെ വീട്ടിലിരുന്ന സമയങ്ങൾ എനിക്ക് ഇഷ്ടമല്ല. അത് മൊത്തത്തിൽ എനിക്ക് അങ്ങനെ, ഞാൻ പണ്ടോട്ട് അങ്ങനെ എനിക്ക് ഇഷ്ടമല്ല. ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ രണ്ട് ടൈപ്പ് ആൾക്കാരുണ്ട്. ഒന്ന് മറ്റേ വീക്കെൻഡ്സ് പുറത്തു വന്നത്, രണ്ടാമത്തെ ആൾക്കാര് മറ്റേ സാറ്റർഡേ അലക്ക് സൺഡേയാണ് റീസെറ്റ് എന്നൊക്കെ പറയുന്നത്. സൺഡേ റീസെറ്റ് കൈൻഡ് ഓഫ് തിങ് അത് ഞാൻ കണ്ടില്ലെന്ന് ഞാൻ പറയില്ല. പക്ഷെ എന്നാലും എനിക്കത് ഇഷ്ടമല്ല. പക്ഷെ ഇതും ചെയ്യില്ലെന്നല്ല പറഞ്ഞത്. എനിക്ക് വീട്ടിലിരിക്കാനും എനിക്ക് കുറച്ചൊക്കെ വീട്ടിലിരുന്ന് തുണി അലക്കം ഉണ്ടാവും. അപ്പം ക്ലീനിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അവിടെ സാറ്റർഡേ സൺഡേസ് ആണ് ഞങ്ങൾ ക്ലീനിങ്ങും അലക്കവും എല്ലാം ചെയ്തത്. സോ അതുകൊണ്ട് പ്ലസ് ഞങ്ങൾ പുറത്തു പോകാനും ശ്രമിക്കും. അങ്ങനെ ഒരു രണ്ടും കൂടി പോകുന്ന രീതിയിൽ ഞങ്ങള് മാക്സിമം ഞങ്ങൾ ശ്രമിക്കാറുണ്ട്. ഇടയ്ക്ക് നടക്കല്ല, പക്ഷെ ശ്രമിക്കാറുണ്ട്. ഇനി വേറെ വെച്ചാല് നമ്മൾ ഈ കോർപ്പറേറ്റ് മീറ്റിംഗ്സ് സിനിമയിലൊക്കെ കാണുമല്ലോ, വലിയൊരു ബോർഡ് റൂമാണ്, ആൾക്കാർ ചുറ്റിനിരിക്കുന്നു, നമ്മള് എക്സിക്യൂട്ടീവ് ഡ്രസ് PPTs വരുന്നു, ആൾക്കാർ ക്ലാപ്പ് എടുക്കുന്നു. പക്ഷെ ശരിക്കുമുള്ള മറ്റേ കോർപ്പറേറ്റ് മീറ്റിംഗിന്റെ റിയാലിറ്റി എന്താണ്? കുറച്ചൊക്കെ സത്യമാണ്. നമ്മൾ റൂമിൽ കയറുന്നു, അതൊക്കെ കുറച്ചൊക്കെ സത്യമാണ്. പക്ഷെ ഞങ്ങളുടെ ടീം അങ്ങനത്തെ അല്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് അത്ര വലിയ ഇതൊന്നുമില്ല. പക്ഷെ ചില കാര്യങ്ങളൊക്കെ സത്യമാണ്. PPT ഇപ്പൊ ഓരോ സാധനം അപ്രൂവ് ചെയ്ത് കയ്യില് അതൊക്കെ സത്യമാണ്. ബട്ട് അതേ പറഞ്ഞത് ഓരോ നമ്മുടെ കമ്പനിയിൽ മാത്രമല്ല ഓരോ വർക്ക് ചെയ്യുന്ന ടീമിനെ ഡിപ്പെൻഡ്. ഞങ്ങളുടെ ടീമിൽ അങ്ങനത്തെ കാര്യമല്ല. ഞങ്ങൾ വേറെ കാര്യമാണ് വർക്ക് ചെയ്യുന്നത്. സോ ഇറ്റ്സ് ഡിഫറെന്റ്. ഞങ്ങൾക്ക് അങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ വലിയ കാര്യം പറ്റില്ല. ഇനി ഞാൻ പൊതുവെ എല്ലാരും കാണാറുള്ളത് മറ്റേ മീറ്റിംഗ് പോലെ കയറുന്നതായിരിക്കും ഡെഡ് ലൈൻ, അവിടെ പ്രൊജക്ട് എവിടെ. അതാ പറഞ്ഞ ഞങ്ങൾക്ക് അങ്ങനെ സാധനം. ഞങ്ങൾക്ക് അല്ലാത്ത ഡെഡ് ലൈൻസ് ആണ്. ഞങ്ങൾക്ക് അല്ലാത്ത ഡെഡ് ലൈൻസ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ആ സംഭവം. പിന്നെ മറ്റേ മാനേജേഴ്സ് തെറിവിളിയായിരിക്കും. അയ്യോ പെട്ട കൈ. അതെ, എനിക്ക് അതാണ് മറ്റേ കോർപ്പറേറ്റ് മീറ്റിംഗിന്റെ എക്സ്പെക്ടേഷൻ വേഴ്സസ് റിയാലിറ്റി. ഓക്കെ, ഫൈനൽ ക്വസ്റ്റ്യൻ. ഇത് നല്ല നമ്മുടെ ഏജ് ഗ്രൂപ്പ് വരെ ഞാൻ ഒരിക്കലും ഒരു 9 to 5 പോയില്ല. അതായിരുന്നു എക്സ്പെക്ടേഷൻ. പക്ഷെ റിയാലിറ്റി ഇറ്റ്സ് ട്രൂ. എന്റെ കാര്യത്തിലായാലും ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തൊരു ഫീൽഡ്. ഞാൻ പണ്ടോട്ട് പറയുന്ന IT ഫീൽഡ് എനിക്ക് പറ്റില്ല, എനിക്ക് കേട്ടില്ല, കമ്പ്യൂട്ടറിന് മുമ്പിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല ഞാൻ പണ്ടോട്ട് പറയുന്ന ഒരു പേഴ്സൺ ആയിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ടീച്ചിങ്ങും അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് എനിക്ക് പണ്ടോട്ടും താല്പര്യമാണ്. ഒട്ടും അതാ പറഞ്ഞത്, ജീവിതം നമ്മളെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് ഇല്ല. പക്ഷെ ഞാൻ ഹന്നയുടെ കാര്യത്തില് ഏകദേശം 9 to 5 ചെയ്യുന്നുണ്ട്. അതേപോലെ ഷീസ് ആൻ ഓൺടർപ്രണർ. പക്ഷേ ഷീസ് ആൻ സോളോപ്രണർ. ആൾക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് ഉണ്ട്, അമോറ. ഇനി നമ്മൾ അമോറയെ കുറിച്ചും അമോറ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം, എങ്ങനെയാണ് ആ ഒരു ബിസിനസിനെ ലൈക്ക് ഒരാൾ നടത്തുന്ന ഒരു ബിസിനസ് പറയുമ്പോൾ അതിൻ്റെതായ കുറെ കുഞ്ഞിച്ചു. അപ്പോൾ വളരെ ഒരു സ്മോൾ ടീമിനെ വെച്ച് നടത്തുന്ന ബിസിനസ് പറയുമ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്, ഡിഫിക്കൽട്ടീസ് ഉണ്ട്. അതെങ്ങനെ ഓവർകം ചെയ്തു, അതെങ്ങനെ ഗ്രോ ചെയ്യാൻ പറ്റി. ഐ മീൻ ഇവൻ വെച്ച വലിയ സംഭവം അല്ലെങ്കിലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഒരാൾക്ക് ഒരു ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ ഒരു റോഡ് മാപ്പ് പോലെ ഇത് കറക്റ്റ് ആവണമെന്നില്ല, ആളുടെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് നമുക്ക് നമ്മുടെ നെക്സ്റ്റ് എപ്പിസോഡിൽ കാര്യമായിട്ട് അമോറിനെ കുറിച്ചും നിന്റെ ഒരു ഓൺടർപ്രണർ ജേർണിയെ കുറിച്ചും ഇൻ ഡെപ്ത് കവർ ചെയ്യാം. സോ ഗൈസ്, സ്റ്റേ ട്യൂൺഡ് ഫോർ our next episode. Bye.